വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ലൈഫ് ആൻഡ് ഫ്ലേവർ. എന്താ എല്ലാവർക്കും സുഖല്ലേ? ദുബായിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ ഷെയർ ആക്കുന്നത്. അൽഫാമൊക്കെ കഴിച്ച് മടുത്തോൽക്ക് ട്രൈ ആക്കാവുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ഈ ഒരു ചിക്കൻ്റെ മേലുള്ള സോസാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അങ്ങനെ തുടങ്ങല്ലേ, വായോ. ഞാനിവിടെ ഉണ്ടാക്കാനും ചിക്കൻ്റെ 3 വലിയ പീസസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളും കാര്യങ്ങളുമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ആദ്യം തന്നെ ഈ ഒരു ചിക്കന് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമുക്കൊന്ന് അടിച്ച് പരത്തി കൊടുക്കണം. അപ്പം ഞാനിവിടെ എൻ്റെ അമ്മമാരുടെ കാലം മുതലുള്ള ഒരു കത്തിയാണ് എടുത്തിട്ടുള്ളത്. നല്ല വെയിറ്റുള്ള ഭാഗം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുറ്റിക കൊണ്ടോ അല്ലെങ്കിൽ അമ്മിക്കുട്ടിയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചിക്കൻ ഒന്ന് അടിച്ച് പരത്തി കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം വരഞ്ഞുകൊണ്ട് അവിടെ മാറ്റി വെക്കുക. ഇനി ഒരു ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാൻ നമുക്കൊരു മസാല റെഡിയാക്കാനുണ്ട്. സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന മസാല തന്നെയാണ്. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഏകദേശം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂണോളം തൈരും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം വിനെഗറും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ചേർക്കുന്ന കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിലെടുക്കാൻ. അപ്പോൾ ഒരു 1-2 മിനിറ്റ് നമ്മൾ ഈ മസാലകളൊക്കെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചിക്കൻ്റെ ഈ ഒരു വരഞ്ഞ ഭാഗത്തിലെ ഉള്ളിലേക്കൊക്കെ നമുക്ക് ഈ ഒരു മസാല പിടിക്കണം. അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കുക. അത് എത്രത്തോളം വെക്കുന്നു അത്രയും ടേസ്റ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം അത്രയും ടേസ്റ്റ് നമ്മുടെ ചിക്കന് കിട്ടും. അപ്പോൾ ഏതായാലും ഞാനിവിടെ ഏകദേശം ഒരു 1 മണിക്കൂറോളം ഞാനിവിടെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാരിനേറ്റ് ചെയ്ത ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന നേരം നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാൻ നമുക്കൊരു സ്പെഷ്യൽ സോസ് അല്ലെങ്കിൽ ഒരു മസാല റെഡിയാക്കാനുണ്ട്. ഈ ഒരു സോസാണ് നമ്മുടെ ചിക്കനിലേക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നതും നമ്മൾ ഇഫ ചിക്കൻ എന്ന് വിളിക്കാൻ ഈ ഒരു സോസാണ് മെയിൻ കാരണം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു മസാല ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മസാലയാണ്. അപ്പോൾ അതിൽ നിന്നൊന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോസ് വലിയ കണ്ടെത്തിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു സോസ് കഴിക്കാൻ. ഏകദേശം നമുക്കൊരു മയോണൈസിനെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് മയോണൈസ് അല്ല, നമ്മളിതിലേക്ക് വേറെ കുറേ സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 3 ചിക്കൻ എടുത്തുകൊണ്ട് തന്നെ ഞാനിവിടെ 3 പുഴുങ്ങിയ മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 ചിക്കൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 മുട്ട എടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ ഒരു മുട്ടൻ്റെ അളവ് കറക്റ്റാണ്. കാരണം എനിക്കിതിൽ എക്സ്ട്രാ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു കറക്റ്റ് 3 മുട്ട മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 മുട്ടയുടെ കുഞ്ച് നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഞാൻ ഈ മുട്ട ബോയിൽ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 8 മുതൽ 9 മിനിറ്റ് വരെ മാത്രം വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ അത്രമാത്രം ബോയിൽ ചെയ്താൽ മതി. അപ്പോൾ ബോയിൽ ചെയ്തതിന് ശേഷം നമ്മളതിൽ 2-3 മിനിറ്റിന് ശേഷം നമുക്ക് അതിൻ്റെ മഞ്ഞക്കരു മുഴുവൻ ഒഴിവാക്കാം. നമുക്കൊരു വെള്ളഭാഗം വെച്ചിട്ട് മാത്രമാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്. നമ്മുടെ ഈ ഒരു 3 മുട്ടൻ്റെയും വെള്ളഭാഗം എടുത്തിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഇനി അതിലേക്കൊരു 8-9 വെളുത്തുള്ളി തൊലി കളഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലും ചേർക്കുക. പിന്നെ നമുക്ക് ചെറുതായിട്ടൊരു മധുരം ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മാത്രമാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഏകദേശം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചറിലാണ് കിട്ടുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. ഇഫ ചിക്കൻ എന്നൊക്കെ പറയാൻ നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, ചീസ് സ്ലൈസ് ആണ്. അപ്പോൾ നമ്മൾ 3 മുട്ടയിലേക്ക് 3 ചീസ് സ്ലൈസ് ചേർക്കണം. എൻ്റെ അടുത്ത് 3 ചീസ് സ്ലൈസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ചീസ് സ്ലൈസും ബാക്കി കുറച്ച് മൊസറല്ലോ ചീസാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ എന്തായാലും ചീസ് സ്ലൈസ് എന്നായിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് ആക്കിയെടുക്കണം. ഇനി നമുക്കതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇഫ ചിക്കൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ തവ ഫ്രൈ ആണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുകയല്ല. അപ്പോൾ നമ്മൾ തവ ഫ്രൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം തവ വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു തവ എടുക്കുക. ഞാനിവിടെ ഉമ്മച്ചിൻ്റെ ഒരു പത്തിരിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് സൺഫ്ലവർ ഓയിലും തേച്ച് കൊടുക്കുക. പിന്നെ സൺഫ്ലവർ ഓയിൽ എല്ലാ ഭാഗത്തും എത്തണം. കാരണം അല്ലെങ്കിൽ ഈ ഒരു ചിക്കന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുക.
കുറച്ച് നേരം ലോ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലും അങ്ങനെ ഞാൻ ഫ്ലെയിം ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ചിക്കന് ഒരു സൈഡ് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടും ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വീണ്ടും കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഫ്ലെയിമിനനുസരിച്ചിട്ട് ഇതിൻ്റെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം എനിക്കൊരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ എൻ്റെ ചിക്കൻ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വെന്തണോ നോക്കാൻ ഞാനിവിടെ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ഒരു ഫോർക്ക് എടുത്തുകൊണ്ട് നമ്മളൊന്ന് കുത്തി നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഫോർക്ക് ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ടാവും. നമുക്ക് ഫോർക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കുക്കായി വന്നിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഒന്നുകൂടി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇഫ ചിക്കൻ്റെ സ്പെഷ്യൽ സോസ് ഇതിലേക്ക് തേച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു സോസ് തേച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ സോസ് ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഭാഗം ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ടും സോസ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സോസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു തവമ്മ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ടാവും. ആ ഒരു ചൂടിൽ നിന്നിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സോസ് ചിക്കനിലേക്ക് പിടിക്കേണ്ടത്. അപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു സോസ് മുഴുവൻ തേച്ച് കൊടുത്ത് ഏകദേശം ഒരു 2-3 മിനിറ്റോളം ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു മസാല ചിക്കനിലേക്ക് നല്ല രീതിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എഫേർട്ടും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇഫ ചിക്കൻ്റെ പണി. ഇഫ ചിക്കൻ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ആകെ ഒരു കുക്കിംഗ് ടൈം മാത്രം നോക്കിയാൽ മതി. കാരണം ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ടും ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ ഉണ്ടാവും. ഏകദേശം എന്തായാലും ഒരു 40-45 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കന് കുക്കായി വന്നിട്ടുണ്ടാകും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പം മനസ്സിലാകും നമ്മുടെ ചിക്കന് കുക്കായി വന്നണോ ഇല്ലേ എന്നുള്ളത്. അപ്പം എന്താ ഭയങ്കര സിമ്പിളല്ല ഇത് ഉണ്ടാക്കാൻ. ഈ ഒരു ചിക്കനും സോസൊക്കെ ഒരുമിച്ച് കഴിക്കണം. എന്നാൽ മാത്രമാണ് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അത്രയും അടിപൊളിയാണ്. ഒരു വട്ടെങ്കിലും ഇത് ഞാൻ കഴിക്കണം എന്ന് പറയും. അത്രയും അടിപൊളിയാണ്. അൽഫാമൊക്കെ ട്രൈ ചെയ്ത് മടുത്തിരിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് നമ്മുടെ ഈ ഒരു ലൈഫ് ആൻഡ് ഫ്ലേവർ എന്ന് പറയുന്ന ഈ ഒരു പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു.